നോർത്ത് ഇന്ത്യൻ കമ്പനിയിലെ തേൻ വെച്ച് ബാക്കിയൊക്കെ ഫേക്ക് ഹണിയാന്ന് തോന്നുന്നു. ഇവിടുത്തെ പ്രമുഖ ബ്രാൻഡുകളുടെ ഒന്നും തേൻ നല്ല തേനല്ലാന്ന് കൊണ്ട് വന്നു. ആ രണ്ട് പ്രമുഖ കമ്പനി നമുക്ക് അറിയപ്പെടാത്ത കമ്പനിയാണ്, അത് നോർത്ത് ഇന്ത്യൻ കമ്പനിയാണ്. ഏതെങ്കിലും പേപ്പറിൽ ആരെങ്കിലും എന്തെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? ഒറ്റ ആൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഹിന്ദു പേപ്പറിൽ മാത്രം അത് വന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒന്നുണ്ടാവുക? ഇവിടെ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം ഉണ്ടായ ഏത് പേപ്പറിലും അതാണ്. ഡാബർ ഇവരൊക്കെ പരസ്യം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒരാളും അതിലിട്ടില്ല. ഈ ഹിന്ദു പേപ്പർ ഇട്ടു, അവരങ്ങനെ പരസ്യത്തിൽ കൂടെ പോകാത്ത കാരണം അവരിട്ടു. പക്ഷെ അതിനൊന്നും വേറെ പ്രസക്തി ഇല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രൈവറ്റ് ഏജൻസി അന്വേഷിച്ച കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് ആർക്കും ആരുടെ പേരിലും ആക്ഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് ഫേക്ക് ഹണി എന്ന് പറഞ്ഞാലും ഇത് മായല്ല, നാച്ചുറലാണ്. ഇത് ചോളത്തുനിന്ന് പീഡിപ്പിച്ചുണ്ടാക്കുന്ന തേനായ കാരണം അത് പിടിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് സ്റ്റാൻഡേർഡ് തന്നെയായിന്. അപ്പൊ അതുകൊണ്ട് പിടിക്കാൻ പറ്റില്ല. അത് കഴിച്ചുകൊണ്ട് ഗുണം ഉണ്ടാവില്ല എന്ന് മാത്രം. വേറെ ചിലപ്പോൾ കുറച്ച് ഷുഗറൊക്കെ കൂടാനുള്ള സാധ്യതകൾ വരും. വേറെ ഇതൊന്നും ഉണ്ടാവില്ല, ഗുണം കിട്ടില്ല. പക്ഷെ മാർക്കറ്റിൽ നിന്ന് അവരെ നിരോധിക്കാൻ പറ്റില്ല. എന്തിനു പറയുന്നു, ഫോറിൻ മാർക്കറ്റിലും അമേരിക്കൻ മാർക്കറ്റിലും ഒക്കെ ഈ ഫേക്ക് ഹണി യഥാർത്ഥത്തിൽ ഉണ്ട്. നമ്മൾ തന്നെ എങ്ങനെയാ പറയാ അത് ശുദ്ധമായ തേനാണോ ചീത്ത തേനാണോ എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? നമ്മൾ ഒറ്റ നോട്ടത്തില് തേൻ മോശം എന്നൊക്കെ പറയും. എങ്ങനെയാ? വെള്ളത്തിൽ വെച്ച് നോക്കുമ്പോൾ അടിയിൽ കട്ടയായിട്ട് നിൽക്കും. തേൻ ക്രിസ്റ്റലായി കഴിഞ്ഞാൽ ഉടനടി നമ്മൾ പറയും എന്താ പറയാ, നല്ല തേനെന്ന് പറയാ. ക്രിസ്റ്റലായിട്ട് കട്ട പിടിച്ചിട്ട് നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ തേൻ നല്ലതാ? നല്ല തേനാണ് യഥാർത്ഥത്തിൽ ക്രിസ്റ്റലാവുക. പക്ഷെ നമ്മൾ ഉടനടി പറയും അത് ചീത്ത തേനാണ്, അതിൽ പഞ്ചസാരയാണ് ചേർത്തുള്ളതെന്ന് പറയും. യഥാർത്ഥത്തിൽ അത് പഞ്ചസാര അല്ല. തേനീച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തേനീച്ച ഒരിക്കലും മിക്സ് ചെയ്തിട്ട്, കാട്ടു തേനീച്ച മിക്സ് ചെയ്തിട്ട് തേൻ സ്റ്റോർ ചെയ്യും. മറ്റുള്ള ഈച്ചകൾ മിക്സ് ചെയ്ത് തേൻ സ്റ്റോർ ചെയ്യില്ല. ഒരു പ്രദേശത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള തേൻ എന്താണോ അതാണ് തേനീച്ച കൂട്ടിൽ അവരുടെ അറയിൽ വെക്കുള്ളൂ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡെൻസിറ്റിയിലുള്ള തേനുകൾ മിക്സ് ചെയ്ത് അതിൽ വെച്ച് കഴിഞ്ഞാൽ അവര് നമുക്ക് വേണ്ടിയിട്ടാണോ തേൻ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അല്ല, അവർക്ക് മഴക്കാലത്തേക്ക് ഉപയോഗിക്കാനാണ് ആ തേൻ വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ തേൻ എന്താവും, പല ഡെൻസിറ്റിയിലുള്ള തേനുകൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുളിച്ചു പോകും, കേടുവരും, ഗ്യാസ് വരും. അപ്പൊ അവർക്ക് മഴക്കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ യൂണിഫ്ലോറൽ ഹണി എന്നാണ് പറയാം. ഒരു സോഴ്സിൽ നിന്നുള്ള തേനാണ് അവരതിൽ മാക്സിമം കയറ്റി വെക്കുള്ളൂ. ആ സമയം കാട്ടുതേനീച്ച പല തേനുകളും വെക്കും. അവർ വലിയ ഈച്ചയായ കാരണം അവരുടെ ജലാംശം എടുക്കാനുള്ള, അവരുടെ ചിറകിന് കാറ്റടിക്കാനുള്ള ശക്തി കൂടുതൽ കാരണം പല ഇത് കൊടുക്കും, തേനവർ അതിൽ കയറ്റി വെക്കും. അതേസമയം നമ്മുടെ തേനീച്ചകളൊന്നും അങ്ങനെ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ക്രിസ്റ്റലാവുന്നത് ഒരു ഫേക്ക് ഹണിയല്ല. അപ്പൊ ഇനിയെങ്കിലും അങ്ങനെ ആരെങ്കിലും കയ്യിൽ തേൻ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ക്രിസ്റ്റലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്താ ചെയ്യുക? ക്രിസ്റ്റലായി കഴിഞ്ഞാൽ ക്രിസ്റ്റൽ മാറാൻ എന്തെങ്കിലും സൂത്രം ഉണ്ടോ? ഒന്നുകിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്ത് വെക്കുക, ആ ബോട്ടിലൊന്ന് വെയിലത്ത് വെക്കുക. അല്ലെങ്കിൽ സ്വല്പം ചെറു ചൂടുവെള്ളത്തിൽ, ഒരു ചെറിയ ഒട്ടും ചൂടില്ലാത്ത അവസ്ഥയില്ല, ഒരു കുറച്ച് ചൂടുള്ള അവസ്ഥ. ആ സമയം തിളച്ച വെള്ളമാവരുത്. അതിൽ ആ ബോട്ടിലൊന്നും ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പഴയ പോലെയാവും. അത് എന്തുകൊണ്ടാണ് ചൂടുവെള്ളം എന്ന് പറയുന്നത് അറിയോ? പല ആൾക്കാരും തടി കുറയാനായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ അരമുറി ചെറുനാരങ്ങയും തേനൊക്കെ വെച്ചിട്ട് കഴിക്കും. അങ്ങനെ കഴിച്ചാൽ തടി കുറയാം. പക്ഷെ ചില ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലവര് ചായക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, നല്ല തിളച്ച വെള്ളം ആ ഗ്ലാസ്സിൽ തേനിന് വേണ്ടിയിട്ടുള്ളതിലേക്ക് മാറ്റി വയ്ക്കും. അതിലൊരു സ്പൂൺ തേൻ ഒഴിക്കും. അത് ചൂടാറുമ്പോൾ അതേം കുടിക്കും. അപ്പോൾ വല്ല ഗുണമുണ്ടാകും. അപ്പൊ തേനിലെ മിനറൽസും മൾട്ടി വിറ്റാമിനും ഒക്കെ നശിച്ചു പോകും. 60 ഡിഗ്രിയിൽ കൂടുതൽ ചൂട് വന്നു കഴിഞ്ഞാൽ തേനിന്റെ എല്ലാ ഗുണങ്ങളും കുറയും. അതിൽ മധുരം ഉണ്ടാവും, നമുക്ക് തിരിച്ചറിയൊന്നുമില്ല, അത് മോശമായി എന്നൊന്നും തിരിച്ചറിയില്ല. അതുപോലെ പൾഫറായിഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അതിന്റെ ആ ചേഞ്ച് വരും. ആ ചേഞ്ച് ചെറിയ തരം പോയ്സണാണ്. അത് വിചാരിച്ചാൽ പോയ്സൺ അങ്ങനെ കഴിച്ചു എന്ന് വിചാരിച്ചുമ്പോൾ മരിക്കൊന്നുമില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. അത് വിദേശ രാജ്യങ്ങളിൽ 40 ഡിഗ്രി വരെ ആ ഇൻഗ്രീഡിയന്റ് വരാൻ പാടുള്ളൂ. നമ്മുടെ നാട്ടിൽ 80 വരെ വരാം. വിദേശ രാജ്യങ്ങളിൽ 40 പോയി കഴിഞ്ഞാൽ അവരത് റിജക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ജർമ്മനി അങ്ങനത്തെ രാജ്യങ്ങൾ, ജർമ്മനി അല്ല ഒരുമാതിരി മറ്റു രാജ്യങ്ങളൊക്കെ 40 കയറി കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യും. ആ തേൻ ഇങ്ങോട്ട് മടക്കി വിടും. ആ സമയം അപ്പൊ അതുകൊണ്ടാണ് തേൻ ഓവർ ചൂടാക്കുന്നത്. പണ്ട് കാലത്ത് തേൻ സംസ്കരിക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്തിരുന്നത്?
പണ്ട് കാലത്ത് തേൻ സംസ്കരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമോമീറ്റർ ഒന്ന് വെച്ച് നോക്കിയിട്ടല്ല ചൂടാക്കിയിരുന്നത്. ഡബിൾ ബോയിൽ ചെയ്യുന്നത് ചെയ്യുക. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിന് മുകളിൽ വേറെ പാത്രം ഇറക്കി വെച്ച് അതിൽ തേൻ വെച്ചിട്ട് ഇളക്കുക ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാൽ അന്ന് കാലത്ത് ഇന്നത്തെ പോലത്തെ തെർമോമീറ്റർ സംവിധാനങ്ങളില്ല. അപ്പൊ നീ വിരലിട്ട് നോക്കും. ഈ വിരലിടുന്നത് കുറച്ചധികം തേൻ ചൂടാക്കുന്ന ആളാന്നൊക്കെയാ. അയാൾക്ക് കുറെ കഴിയുമ്പോൾ ഇപ്പൊ ചില പാചകക്കാരെയൊക്കെ കണ്ടില്ലേ, നല്ല തിളച്ച പാത്രമൊക്കെ അവർ പിടിച്ച് ഈസി ആയിട്ട് എടുത്തു വെക്കും. അതേ അവസ്ഥയാ. അവർക്ക് എത്ര ചൂടുണ്ടെങ്കിലും ആ കഴിയുമ്പോൾ അത്ര എഫക്റ്റ് വരില്ല. അപ്പൊ തേന് ആ ചൂട് ഓവർ ചൂടാ, 60 ഡിഗ്രിയിൽ 80 പോയിണ്ടാവും. അപ്പൊ ആ തേന്റെ ഇത് ക്വാളിറ്റി പോവും. പക്ഷെ ആ ക്വാളിറ്റി പോയിന്ന് ആ കർഷകനും അറിയില്ല, കഴിക്കുന്ന ആൾക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചെയ്യുമ്പോൾ ശാസ്ത്രീയമായിട്ട് ഗവൺമെന്റ് പറഞ്ഞുള്ളത് 63 ഡിഗ്രിയിൽ മേലെ തേന്റെ ചൂട് കയറിപ്പോവരുത്. അതിന് കണക്കാക്കിയിട്ട് വേണം ഇത് സംസ്കരിക്കാൻ. അത് ചെയ്യും. അത് കുറച്ചെണ്ണങ്ങ ചെയ്യാം. ഒരു കുപ്പി തേനൊക്കെ ചെയ്യാം. പക്ഷെ ബൾക്ക് തേനങ്ങ അതുകൊണ്ടൊന്നും എഫക്റ്റ് കിട്ടില്ല. ഈ തേൻ എന്തിനാ സംസ്കരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ തേനില് ഒരു ഈസ്റ്റ് കോശം വളരും. പ്രത്യേകിച്ച് നമ്മുടെ കയ്യുമ്മിലൊക്കെ ഉള്ള തേൻ ടച്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യുമ്പൊക്കെ ഒരു ഈസ്റ്റ് ഉണ്ട്. അത് ഓസ്മോട്ടിക് ഈസ്റ്റ് എന്ന് പറയാം. അത് സാധനം വളർന്നിട്ടാണ് ഈ തേൻ മോശമാവുന്നതും തേനിൽ ഗ്യാസ് വരും. കേടായ തേൻ നമ്മളൊരു കുപ്പിയിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറിൽ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ട് വെക്കുന്നതിൻ്റെ ഒരു ദിവസം കേൾക്കാൻ ഒരു പടക്കമുടണ സൗണ്ട് പൊട്ടിത്തെറിക്കും. എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഫോം ചെയ്തിട്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സംസ്കരിക്കുന്നത്. ചെറുതേനൊക്കെ നമുക്ക് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഹൈ ക്വാണ്ടിറ്റി ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെറുതേൻ ഒരു പരന്ന പാത്രത്തിൽ വെച്ചിട്ട് അതിന് മുകളിൽ തുണി കെട്ടിയിട്ട് വെയിലത്ത് വെക്കുക. ഉറുമ്പ് കയറാത്ത ഒരു ഉറുമ്പ് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടി വരും ഈ തേൻ്റെ ഇടയ്ക്ക്. അത് കയറാത്തൊരു സംവിധാനം ചെയ്യാം. പിന്നെ ഇനിയൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതേൻ്റെ കൂട് നമുക്ക് പിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തേൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ലാഭം നമ്മൾ കൂടുതൽ വിഭജനം ചെയ്ത് കൊടുക്കുകയെന്ന്. അത് വൻതേനീച്ച ആവട്ടെ ചെറുതേനീച്ച ആവട്ടെ കൂട് വിഭജിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നമുക്ക് ലാഭം. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഒരു കൂട് ഇതിലിവിടെയൊക്കെ ഈച്ച ഉണ്ടെന്നൊക്കെ വിചാരിക്കുക. നമ്മളിതൊക്കെ കറക്റ്റ് സമയത്ത് കളഞ്ഞു. ഇതിലും ഈച്ച, ഈ വശത്ത് തേൻ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന കൂടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വളരെ ഈസി ആയിട്ട് ഈ കൂട് തുറന്നു. നിങ്ങൾ കൂട് ഇത് മാറ്റാൻ തുറന്നിട്ടുണ്ടെന്ന് അറിയും. ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ കൂട് തുറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കത്തിയൊക്കെ വെച്ച്, കത്തി പറ്റില്ല, വെട്ടുകത്തിയൊക്കെ ഉള്ളി അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടർത്തി പതുക്കെ തുറന്നാലാണ് ഇതിങ്ങനെ ഒന്ന് തുറന്ന് കിട്ടുക. ഇങ്ങനെ തുറന്ന് കിട്ടുമ്പോൾ ഈ വശത്തും ഈച്ചയും മുട്ടയും മുഴുവൻ സമാധി ഉണ്ടാവും, ഈ വശത്തും മുട്ടയും മുഴുവൻ സമാധി ഉണ്ടാവും. ഇവിടെ തേണ്ടാവും, ഇവിടെ തേണ്ടാവും. അപ്പം നമ്മൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, റാണീനെ വളരെ ശ്രദ്ധിക്കണം. റാണിയുള്ള ഭാഗത്ത് നമ്മൾ തുടരുത്. റാണി ചത്തുപോകാൻ ഒരു കാരണവശാലും പാടില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ്റെ കുമ്പളകളെ എങ്ങനെയാ കണ്ടാൽ തിരിച്ചറിയൂ. ഇതില് മുന്തിരിക്കൊല പോലെയാണ് തേൻ സ്റ്റോർ ചെയ്യുക. മറ്റേ ഈച്ച പോലെയല്ല. മഞ്ഞ മുന്തിരിക്കൊലി ഉണ്ടാവും, ബ്രൗൺ കളറുള്ള മുന്തിരിക്കൊലി ഉണ്ടാവും. ബ്രൗൺ പോലത്തെ ഉള്ള മുന്തിരിക്കൊലകളിൽ തേനായിരിക്കും. ബ്രൗൺ ഉള്ളതിൽ എന്തായിരിക്കുക? പൂമ്പൊടി. ആ പൂമ്പൊടി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പൂമ്പൊടി കാര്യം പ്രോട്ടീനാണ്, കഴിക്കുന്നത് നല്ലതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അധികാരം ഉപയോഗിക്കാറില്ല. ഈ കറുത്ത കുമ്പളകൾ എന്ത് ചെയ്യണം? നമ്മൾ സ്പൂൺ കൊണ്ട് കോരി സ്റ്റീൽ പാത്രത്തിൽ നമ്മുടെ ഒരു പ്ലേറ്റില അങ്ങനെ ഇട്ട് വെക്കുക. അപ്പോൾ ഒരു കൂടുണ്ടെങ്കിൽ അതിലത്തെ മുഴുവൻ ഇടുക, 2-3 കൂടുണ്ടെങ്കിൽ അതിലത്തെ മുഴുവൻ ഇടുക. അപ്പൊ അങ്ങനെ പോരുമ്പോൾ എന്തായാലും കുറച്ച് തേൻ ഇതിൽ പൊട്ടി ഒഴുകി പോവും. എന്തായാലും ഇതിൽ കുറച്ച് തേൻ പൊട്ടി ഒഴുകി പോകാതിരിക്കില്ല. അതെന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെ ഫ്രീ ആക്കി അതിൽ ഇടാൻ പാടില്ല. അതൊരു തുണി കൊണ്ട് അങ്ങനെ തുടച്ച് വൃത്തിയാക്കി ഭദ്രമാക്കിയിട്ട് അതേപോലെ തന്നെ വെക്കുക. അത് കഴിഞ്ഞ് ഈ സ്റ്റീൽ പാത്രത്തിലുള്ള തേൻ എന്ത് ചെയ്യണം? ഇത് നമ്മൾ പിഴിയരുത്. പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള മുട്ട, പുഴു അങ്ങനത്തെ സാധനങ്ങളും എന്തൊക്കെ അതിലുണ്ടോ അതൊക്കെ അതിലേക്ക് നമ്മുടെ തേനിൻ്റെ ഉള്ളിലേക്ക് വന്ന് വീഴും. അപ്പോൾ തേൻ പൊളിക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുണ്ടുള്ള പാത്രം എടുക്കുക. ആ കുണ്ടുള്ള പാത്രത്തിൻ്റെ മുകളിൽ ഒരു തുണിയാണ്, നല്ല വൃത്തിയുള്ള തുണി വെച്ചിട്ട് കെട്ടുക. കെട്ടി കഴിഞ്ഞിട്ട് ഈ പ്ലേറ്റ് ചെരിച്ചിട്ട് ഇതിന് ഇങ്ങനെ വെക്കുക. ഈ പാത്രത്തിൻ്റെ ഇവിടേക്ക് വെക്കുക. ഒരു ചെറിയ വെയിൽ, ഓവർ ഇപ്പോഴത്തെ നല്ല ശക്തമായ വെയിൽ വെച്ച് കഴിഞ്ഞാൽ മെഴുകും അടക്കം ഒരുക്കിയിട്ട് തേനിൽ വന്ന് വീഴും. ചെറിയൊരു വെയിൽ പൊളിച്ചു കഴിഞ്ഞാൽ ഇത് മെൽട്ടാവും. നല്ല ഒറിജിനൽ തേൻ വേറെ മാലിന്യങ്ങളില്ലാണ്ട് ഈ കുണ്ടുള്ള പാത്രത്തിൽ വരും. അത് നമ്മൾ ഒരു കുപ്പിയില എന്തെങ്കിലും സ്റ്റോർ അടച്ചു വെച്ച് ഭദ്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആ സമയം ആ കൊറ്റനിലും തേനുണ്ടാവും. അതെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കണം. ഈ കണ്ടമാനം തേനുണ്ട്, കുറെ കൂടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് വെയിലത്ത് വെക്കേണ്ടത് നല്ലതാണ്.
എന്നിട്ട് പരന്ന പാത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വെയിലത്ത് വെക്കുക. അപ്പോൾ ആ തേൻ നമുക്ക് സംസ്കരിക്കാൻ പറ്റും. അപ്പോൾ അത്രയാണ് നമുക്ക് ചെറുതേനീച്ചേനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ തേൻ എടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കോളനി വിഭജിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതേപോലത്തെ പെട്ടികളോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ PVC 2 ഇഞ്ചിന്റെ പൈപ്പ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് 2 വശത്ത് സ്റ്റോപ്പർ ഇട്ട് ഒരു ഓട്ട ഇട്ടിട്ട് ഈ പശ കുറച്ച് കിട്ടുകയാണെങ്കിൽ ബെറ്റർ. അതതിൻ്റെ കവാടത്തിൽ തേച്ച് വെച്ചിട്ട് സൺഷെയ്ഡിൻ്റെ അവിടെയാ, കാർപോർട്ടിൻ്റെ അവിടെയാ, തൊഴുത്തിൻ്റെ അവിടെയാ ഒക്കെ വെറുതെ കൂടുകൾ കെട്ടി ഞാത്തിയിടുക. അതെന്തിനാ? അതിന് കെണിക്കൂടെന്ന് പറയാം. ഈ പശേര മണം കേൾക്കുമ്പോൾ പ്രകൃതിയിൽ നിന്ന് ഇപ്പം ഈ കൂട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിലൊരു പ്രത്യേകതയുണ്ട്. ഈ കൂട്ടിൽ ഈച്ചകൾ നിറഞ്ഞു, റാണി മുട്ടയിട്ട് കൂടുകൾ നിറഞ്ഞു, ഇവിടെയൊക്കെ നിറഞ്ഞു. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യുക? അവർ മുട്ടയിട്ട് നിർത്തുമോ? നല്ല ഫേവറബിൾ ക്ലൈമറ്റ് ആണെങ്കിൽ അവർ മുട്ടയിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തുണ്ടാവുക? ഈ കൂട് നിറയും. കൂട് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോൾ വീട്ടുകാർ അംഗങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വേറെ വീട്ടിലേക്ക് പോകും. ആ സെയിം സിറ്റുവേഷനാണ് ഇവർക്കും. ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതിലെ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഉള്ളിൽ ഊഷ്മാവും വർദ്ധിക്കും. അപ്പോൾ പിന്നെ അവർക്ക് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അവർ അവിടെ തീരുമാനം എടുക്കും, അടുത്ത റാണീനെയും കൊണ്ടിട്ട് ഒരു പകുതി ഇവിടുന്ന് പുറത്തേക്ക് പ്രകൃതിയിലേക്ക് പോവാന്ന് വിചാരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ ഗൈനി എന്ന് പറയുന്ന റാണീൻ്റെ അത് എണ ചേരാത്ത റാണിയാണ്. ആ റാണീനെയും കൊണ്ട് പകുതിയോളം ഈച്ചകൾ പുറത്തേക്ക് പോകും. എന്നിട്ട് വേറെ ഏതെങ്കിലും പൊത്തുകളിൽ ചെന്ന് കയറും. ബിൽഡിങ്ങിന്റെ തറയുടെ ഉള്ളിലാ ചുമരിന്റെ ഉള്ളിലാ എവിടെയെങ്കിലൊക്കെ ചെന്ന് കയറും. ആ സമയത്ത് നമ്മളിങ്ങനെ പെട്ടി വളരെ ഭദ്രമാക്കിയിട്ട് ഇവിടെ പൊട്ടിച്ച് ഇതാക്കി ഇത്തിരി പശയൊക്കെ തേച്ചിട്ട് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആ ഈച്ചകൾ നമ്മുടെ ഈ കൂട്ടിലും വന്ന് കയറും. അത് ഇങ്ങനത്തെ പെട്ടി ആവട്ടെ, ചെടിച്ചട്ടി ആവട്ടെ, ചിരട്ട തമ്മിൽ ഒട്ടിച്ചിട്ടുള്ള ഇതാവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഒരു ഇരുട്ടുള്ള സംഭവം അതിൻ്റെ അറ്റത്ത് ഈ പശ ഒട്ടിക്കാൻ കിട്ടിയാൽ വളരെ നല്ലത്. ഈ പശ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന ഈ മൗത്തില്ലേ, ആ കവാടം കുറച്ച് പൊട്ടിച്ചിട്ട് മുട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവർ വന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് 10 പൈസ ചെലവില്ലാണ്ട് ഈ കോളനികൾ നമുക്ക് കിട്ടും. ഈ തേനീച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ ആരോ പറഞ്ഞില്ലേ, ഹലോ, നേരത്തെ പറഞ്ഞില്ലേ ഈച്ചകൾ വന്നിട്ട് നമുക്ക് കാണാം റോട്ടിൽ കൂടെ നടക്കുമ്പോഴോ വീടിൻ്റെ അവിടെ നിൽക്കുമ്പോഴോ ഒരു ഉണ്ട പോലെ ഈച്ചകൾ വന്നിട്ട് ഇങ്ങനെ കയറും. അത് 2 രീതിയിലാണ്. ഇപ്പം ഈ കോളനി വളരെ വീക്കായിട്ടുള്ള ഒരു കോളനിയാന്ന് വിചാരിക്കാം. അപ്പോൾ ഇതേപോലെ പുറത്തേക്ക് വരുന്ന ഈച്ചകൾ, റാണീനും കൊണ്ട് പുറത്തേക്ക് വരുന്ന ഈച്ചകൾ എന്ത് ചെയ്യും? ഇതിൽ ഇടിച്ച് കയറും. ഈ കോളനിയിൽ അവർ ഇടിച്ച് കയറും. ഇടിച്ച് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ച് കയറി ഇവിടുത്തെ റാണീനെ കൊന്നിട്ട് അവർ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലെ രീതി. അത് ഒരു വശം. ഇനി ഇവർ സ്ട്രോങ് ആണെങ്കിലാ അവരെ തുരത്തി ഓടിക്കും. അപ്പോൾ അവർ ഇതേപോലെ വേറെ എവിടേക്കെങ്കിലും പോകും. ഇതേപോലെ നമ്മൾ കെണിക്കൂട് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തേലൊക്കെ ഒന്ന് കയറും, അല്ലെങ്കിൽ ഏതിൻ്റെങ്കിലും പൊത്തിൻ്റെ ഉള്ളിൽ കയറി അവർ കൂട് വയ്ക്കും. പിന്നെ വേറൊരു രീതിയിൽ ഈച്ചകൾ. അപ്പം അങ്ങനെ കാണുമ്പോൾ നമ്മുടെ കൂടിൻ്റെ അവിടെ ധാരാളം ആൾക്കാർ മരിച്ചു കിടക്കണ കാണും. ഈച്ചകൾ ചത്ത് കിടക്കുന്നുണ്ടാവും. അത് ഒരു ഫൈറ്റ് ചെയ്യണ കാരണം. ചില സമയത്ത് ഇതേപോലെ തന്നെ ഉണ്ടകൾ വന്നിട്ട് നമ്മുടെ കൂടിൻ്റെ അവിടെ ഒരു പ്രത്യേക രീതിയിലൊരു ഡാൻസിങ് ഉണ്ട്. ആ ഉണ്ട നമുക്ക് വന്നിങ്ങനെ മുട്ടിയില്ല എന്ന് കണ്ട് നിൽക്കും. അവിടെ നോക്കുമ്പോൾ താഴത്ത് ആരും ചത്തു വീണ് കാണില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ പല ചുറ്റുവട്ടത്തുള്ള ആണീച്ചകളുടെ ഒരു ഗ്രൂപ്പാണ് അവർ. അവര് ഇതില് വെർജിൻ ക്യൂവിനെ ഉണ്ടെന്ന് അവർക്ക് ആ മണം കൊണ്ട് അറിയുന്ന കാരണം അവര് വരണതാണ് ഇവിടെ. അപ്പൊ ഇതിലൊരു വെർജിൻ ക്യൂ ഉണ്ട്, ഇതിലൊരു കോളനി പുറത്തേക്ക് പോകാനുണ്ട് എന്നുള്ളത് കണക്കാക്കിയിട്ട് വരുന്നതാണ്. അപ്പൊ അവര് വരുമ്പോ ഇവിടെ യുദ്ധം ഉണ്ടാവില്ല, ആരും ചത്തു വീഴില്ല. അപ്പൊ അഗ്രസീവ് ആയിട്ടുള്ള ഇതിലാണ് അഗ്രസീവ് സ്വാമിങ് എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് ചത്ത് അപ്പൊ എന്ത് ചെയ്യും? ഈ റാണിയായിട്ട് പകുതിയോളം ഈച്ചകൾ പുറത്തു പോകും. ആ വന്നുള്ള ആൾക്കാരിലെ ആരെങ്കിലായിട്ടാണ് ചേരും. അത് കഴിഞ്ഞാൽ അവര് വേറെ ഏതെങ്കിലും പോകും. അപ്പൊ ഈ കൂട്ടില് പഴയ റാണിയും ആൾക്കാരും ഇതിൽ ഇരിക്കുന്നുണ്ടാവും. നമുക്ക് കൂട് നഷ്ടമാവില്ല, പക്ഷെ അത് പ്രകൃതിയിലേക്ക് പോകും. നമ്മുടെ 2000 ഉറുപ്പിയാണ് പ്രകൃതിയിലേക്ക് പോവുക. അത് നമ്മൾ പെട്ടിയിലായാലേ നമുക്ക് കാശ് വീഴുള്ളൂ എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന് മുമ്പ് തന്നെ ഈ ഈച്ച പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇതിലെ ഒക്ടോബർ നവംബർ മാസങ്ങളിലും ഈ കാലഘട്ടങ്ങളിലും കൂട് പതുക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞിയ കപ്പിന് പകരം വലിയ കപ്പ്, ഒരു 2 ഇരട്ടി 3 ഇരട്ടി വലുപ്പമുള്ള വലിയ കപ്പ് കാണും. അത് നമുക്ക് പ്രകടമായിട്ട് കാണും. വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ കുഞ്ഞിതല്ലേ കണ്ടത്, അതിനേക്കാളും ഒരു 2 ഇരട്ടി വലുപ്പമുള്ള കപ്പ് കാണും. അത് എന്തിനുള്ളതാ? റാണിയുടെ മുട്ട വിരിയാനുള്ളതാണ്. അപ്പൊ ആ റാണി ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിലത്തെ പകുതി
ആ അടകൾ എടുത്ത്, അട എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കപ്പുകളെയാണ്. ആ കപ്പുകൾ എടുത്ത് നമ്മളൊരു കാലിക്കൂട് കൊണ്ടുവന്നു. ആ കാലിക്കൂട്ടിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ പകുതിയോളം മുട്ടയും ഇതിലിട്ടു. ഈ ക്യൂൻസിൽ തീരെ ഡാമേജ് വരുത്താണ്ട് ഇതിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഈ പെട്ടി അടച്ചു. ഇത് നിശ്ചിത അകലത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ക്യൂൻസെല്ല് വിരിഞ്ഞു വരുമ്പോൾ നമുക്ക് പുതിയ റാണിയാവും. അങ്ങനെയാണ് ശരിക്ക് റാണി എടുക്കേണ്ടത്. പക്ഷെ ആൾക്കാർ ഇപ്പം എന്ത് ചെയ്യും, ഈ റാണീനെ നോക്കാനുള്ള ബുദ്ധിമുട്ടും അങ്ങനത്തെ കാര്യങ്ങൾ കാരണം എന്ത് ചെയ്യും, ഇതേപോലത്തെ ഇപ്പോൾ ഈ കൂട് വേറൊരു കാലിപ്പെട്ടി ഇതേപോലെ ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് കൂട് തുറന്നു. അപ്പോൾ ഈ വസ്തു ഉണ്ടാവും വീഴ്ച, ഈ വസ്തു വീഴ്ചയുണ്ടാവും. ഒരു കാലി എടുത്തിട്ട് ഇവിടെ വയ്ക്കും, ഒരു കാലി എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് പൊളഞ്ഞ് പിരിക്കും. പൊളഞ്ഞ് പിരിച്ച് കഴിഞ്ഞിട്ട് 1500 റുപ്യ 1000 റുപ്യക്കൊക്കെ പൊളഞ്ഞ് വിൽക്കും. നമ്മൾ ഈ റേറ്റ് കുറവിൽ കാണുമ്പോൾ ഓടി ചെന്ന് വാങ്ങും. അപ്പം എന്തുണ്ടാവുക, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് റാണിയൊക്കെ ആയിട്ട് കിട്ടും. ഭൂരിഭാഗത്തിലും റാണി വരിയില്ല. അതോടുകൂടി ഒരു 5-6 മാസം അല്ലെങ്കിൽ 2-3 മാസമൊക്കെ അത് ഇരിക്കും. പതുക്കെ അതിൽ റാണി ഇല്ലാത്ത കാരണം, പുതിയ മുട്ടകളില്ലാത്ത കാരണം അതിൽ വേലക്കാരി ഈച്ചകൾ എത്ര കാലം താമസം ഉണ്ടാവോ അത് അങ്ങനെ പോകും. പിന്നെ ആ കൂട് എന്ത് അത് പണ്ട് കാലത്ത് ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്നു, എന്താ വാവുള്ള സമയത്തൊക്കെ നോക്കിയിട്ട് എടുക്കണമെന്ന്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ ഇതിന്റെ പല സയന്റിഫിക് ക്ലാസ്സുകളിലും പോയിട്ട് ഞാൻ ഇത് അവതരിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ ആരും അതിൻ്റെ ഒരു പ്രത്യേകത അവർക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് തേനെടുത്തിരുന്നത് നമ്മൾ ഈ കൂടിന്റെ കാര്യമല്ല, നമ്മുടെ കുത്തന ഈച്ചയുടെ കാര്യമാണ്. പണ്ട് കാലത്ത് തേനെടുത്തത് മുട്ടയും പുഴുവും അടയും ഒക്കെയുള്ള അറകളാണ് എടുത്തിരുന്നത്. എന്നിട്ട് എന്താ ചെയ്യാ, എല്ലാം കൂടി പിഴിഞ്ഞ് ജ്യൂസാക്കിയിട്ട് അതിൽ പുഴു ഉണ്ടാവും, മുട്ട ഉണ്ടാവും, തേനും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ എടുത്തിരുന്നത്. ഇന്നത്തെ രീതി മാറി. ഇന്ന് ഗവൺമെന്റ് ക്ലാസ്സുകളൊക്കെ നടത്തി ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ട് തേൻ തട്ടുന്ന് മാത്രം തേൻ എടുക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ അതിൽ മുട്ട പുഴു സമാധി ഇല്ലാവില്ല, വെറും തേന്റെ കട്ട മാത്രമേ ഉണ്ടാവുള്ളൂ. ആ അറ എക്സ്ട്രാക്ടർ ഉപയോഗിച്ചിട്ട് തേൻ എടുക്കുന്ന രീതി വന്നു. എന്നിട്ട് അപ്പൊ അതിൽ എന്തായി, ഒറിജിനൽ തേൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ വേറൊരു മാലിന്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും തേനൊക്കെ നല്ലതാണ്, തേൻ കഴിക്കുന്നത് നല്ലതാണ്, കൊണ്ട് നടന്ന് വിൽക്കുന്ന ആൾക്കാരുണ്ട് റോട്ടിൽ കൂടെ അറയൊക്കെ കയ്യിൽ പിടിച്ചിട്ട്. ഒരു കാരണവശാലും നിങ്ങളത് മേടിക്കരുത്. എന്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പിള് തരുന്ന തേൻ മാത്രമാണ് അതിൽ ഒറിജിനല്. സാമ്പിള് തരുന്ന തേൻ അത് ഒറിജിനലായിരിക്കും. മറ്റേ ഈ ആദിവാസികളെ പോലെയുള്ളവരാണ് വരിക. മറ്റേ തേൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ചടച്ചീര മരത്തിന്റെ തോലും പഞ്ചസാര പാനി അല്ലെങ്കിൽ ശർക്കര പാനി ഇതും ചേർത്ത് അതിൽ ഫെവിക്കോളും ചേർത്ത് വരുന്ന സാധനമാണ് ആ തേൻ. നമ്മുടെ അടുത്ത് സാമ്പിൾ തരും. എങ്ങനെയാ അവർ നമ്മളെ പറ്റിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏതെങ്കിലും ആശുപത്രിയുടെ മുകളില പമ്പലേരൊക്കെ ആശുപത്രിയുടെ മുകളിൽ നോക്കുമ്പോൾ തേനീച്ച കൂടുണ്ടാവും. ഇടയ്ക്ക് അവർ വന്ന് അങ്ങനത്തെ ആൾക്കാർ വന്ന് എടുക്കും. എടുക്കും. അതെ 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 ഇല്ല. ഇവര് ഈ കറുത്തടയും കൊണ്ടിട്ട് നമുക്ക് തെനിച്ചേന് വളർത്തുമ്പോൾ മനസ്സിലാവും, ഈ കറുത്തടയൊക്കെ നമ്മൾ കൂട്ടുന്ന വെട്ടിക്കളയണ സാധനം. അതിലൊന്നും പിന്നെ ഈച്ച മുട്ടയിടൂല. അപ്പൊ അതുകൊണ്ട് ഇപ്പം പുതിയ അടകളുള്ള ഈച്ച മുട്ടയിടുക. ഈ കറുത്തടയിൽ ഇവര് കൈ പിടിച്ചിട്ട് ഇവരിൽ പോയത് ഇതവരെ അന്ന് കൈ പിടിച്ചുള്ളതാണ്. അന്ന് മുതല് നമ്മൾ എന്ത് ചെയ്യും, അതും ഈച്ചകൾ നടക്കണ കാണുമ്പോൾ വിചാരിക്കും ഇത് ഒറിജിനലാണ്. ഈച്ചകൾ എന്തുകൊണ്ടാണ് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിരിയാറായ മുട്ട അതിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമാധിയായിട്ട് കുറെ ദിവസം അതിലെ ഈച്ച ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോ സേഫ് കൊണ്ടുണ്ടോന്ന് അറിയില്ല. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അട വെട്ടിയിട്ട് അകത്ത് കൊണ്ടുവയ്ക്കും. അപ്പോ അത് ക്യൂൻസെല്ല് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുക. അത് നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ ക്യൂൻസെല്ല് പുറത്ത് മേടിക്കാൻ കിട്ടില്ല. അത് നമുക്ക് കൂടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് റോയൽ ജെല്ലി കഴിക്കാം. അതിൻ്റെ ഉള്ളിൽ റോയൽ ജെല്ലിനും. അപ്പോൾ ഈ ഈച്ച എന്ത് ചെയ്യും, ഒരാഴ്ച ഇരുന്നാലും 1.5 ആഴ്ച ഇരുന്നാലും ഇതിന്ന് ഇങ്ങനെ ഈച്ചക്കുട്ടികൾ പുറത്തേക്ക് വരും. ഈച്ചക്കുട്ടികൾക്ക് പറക്കാൻ പറ്റില്ല. അപ്പൊ അവർ ഇതിന്റെ ചുറ്റും കിടന്ന് നടക്കും, താഴ്ത്തു വീഴും, ഉറപ്പ് പിടിക്കും, അങ്ങനെ പോകും. അങ്ങനെയാണ് നമ്മൾ ആ ഈച്ചേനെ അവർ കാണിക്കുന്നത്. ആ ഈച്ചേനെ കാണിക്കുകയും ചെയ്യും. കുപ്പിയുടെ ഉള്ളിൽ വരെ 2-3 ഈച്ചേനെ ഇടും, ഇത് ഒറിജിനലാന്ന് അറിയിക്കാൻ. നമ്മൾ വല്ലവരും കുപ്പിയുടെ ഉള്ളിൽ ഇത് ഒറിജിനൽ തേനാന്ന് പറയാൻ കാണിക്കാൻ വേണ്ടി ഈച്ചേനെ ഇടും. അതിൻ്റെ ഉള്ളിൽ ഈച്ചേനെ ഇട്ടു എന്ന് പറഞ്ഞാൽ ഫുഡിന്റെ ആളങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നും ഇവിടെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് കട്ടാവും ഈച്ച കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഓരോ ഫേക്ക് സാധനം ചെയ്യും. ഈ ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ